മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ മോളുടെ ഭർത്താവ് മരുമോന് വണ്ടി വെള്ളത്തിൻ്റെ ബിസിനസ്സാണ്. വണ്ടിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വണ്ടി ഓടാനൊക്കാതെ ഉള്ളതൊക്കെ പണയം വെച്ചുമൊക്കെ ഒരുപാട് പൈസ അതിനു വേണ്ടി പിന്നാലെ ചിലവാക്കി. അങ്ങനെ ഇരിക്കുമ്പം അവർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു രീതിയല്ല, അത് എന്തോ പൈശാചിക ബന്ധനമാണ്. അങ്ങനെ പാസ്റ്ററെ വിളിക്കുകയും ഒരു രാത്രി പാസ്റ്ററെ സഭയിൽ വരികയും പാസ്റ്റർ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ പ്രാർത്ഥിച്ച് കൊടുത്ത് ആ സ്തോത്രം കർത്താവേ, അതിൻ്റെ ഫലമായിട്ട് കർത്താവേ ദൈവം പാരിപ്പള്ളിയിൽ ഇതുപോലെ വെള്ളവും കൊണ്ട് പോയ സമയത്ത് ഈ മകനിങ്ങനെ ഓടി വരുന്നു. അതിൻ്റെ പിറ്റേന്ന് സംഭവിച്ചത്. അപ്പോൾ പാസ്റ്റർ കെട്ട് പൊട്ടിയെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം കൊണ്ട് കെട്ടുണ്ടായിരുന്നു എന്നൊക്കെ പാസ്റ്റർ പറഞ്ഞായിരുന്നു. അതിൻ്റെ പിറ്റേന്ന് ഇതുപോലെ പാരിപ്പള്ളിയിലോട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് കയറുമ്പോൾ വലിയ ഒരു വാഹനം ഇവൻ്റെ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അവൻ വിചാരിച്ചു, ഞാൻ തീർന്ന്, എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലാതാകും എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവൻ്റെ ബൈബിൾ വെച്ചിട്ടുണ്ട്, ഉപ്പ് പ്രാർത്ഥിച്ചത് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ വിശ്വാസത്തിൽ വന്നില്ലെങ്കിലും സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടെന്ന് വിശ്വസിക്കുകയും ഇപ്പോൾ എപ്പോഴും പറയും, കർത്താവേ ഇന്ന് യേശുവിനോട് പ്രാർത്ഥിക്കും, പാസ്റ്ററോട് പ്രാർത്ഥിക്കാൻ പറയാം. വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ആ വാഹനം ഇങ്ങോട്ട് തട്ടി കയറി വന്നിരുന്നെങ്കിൽ ആ മകനെ മിച്ചം കാണത്തില്ല. അതുമാതിരി ഒരു വലിയ വാഹനം വന്നിങ്ങനെ കയറിയതും പെട്ടെന്ന് എവിടെ നിന്നറിയത്തില്ല, പെട്ടെന്നൊരു അതിനേക്കാൾ ഒരു വലിയ വാഹനം വന്ന് അതിൻ്റെ കുറുക്കെ അങ്ങ് കയറിപ്പോയി. ആ അത്ഭുതകരമെന്ന് പറയുന്നത് ദൈവം അവിടെ പ്രവർത്തിച്ച് ആ വന്ന വണ്ടി വേറെ സ്ഥലത്തോട്ട് ഇടിച്ച് എൻ്റെ മകൻ രക്ഷപ്പെടുകയും ചെയ്ത്. അത് യേശുവിന് കോടാനുകോടി നന്ദി കർത്താവെ. പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നന്ദി കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ എൻ്റെ ദൈവദാസൻ ആത്മീയ അപ്പനും അമ്മയും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. യോബിൻ്റെ കർത്താവെ വേലി കെട്ടി അപ്പാ സൂക്ഷിച്ചതുപോലെ എൻ്റെ ആത്മീയ അപ്പനെ അമ്മയും ഹാലലിയ വേല കെട്ടി സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ.